ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കിയിലെ രാമക്കൽ മേടിൻ്റെ വേറിട്ട മനോഹരമായ ഒരു കാഴ്ചകളിലേക്കാണ്. ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ രാമക്കൽ മേടിൻ്റെ വ്യൂ പോയിൻ്റൊക്കെയാണ് ലാസ്റ്റ് നമ്മൾ സന്ദർശിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞതേ നമ്മളൊരു സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. സാധാരണ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് റിസോർട്ടും അതുപോലുള്ള സ്ഥലത്തേക്കല്ലേ, പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. അതൊരു ഫാം സ്റ്റേയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതൊരു ഫാം സ്റ്റേ ആണ്. ഈ ഫാം സ്റ്റേയുടെ പേര് എക്കോ മോങ് ഫാം സ്റ്റേ ആണ്. ഇത് കാറ്റാടിപ്പാടം എന്ന് പറഞ്ഞ് ഇടുക്കി രാമക്കൽ മേടിലുള്ള ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ സ്ഥലം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ വളരെ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്ഥലം തന്നെയാണ് ഗൈസ്. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് അങ്ങോട്ടുള്ള വഴിയാണ്, വണ്ടി മേലെ തന്നെ പാർക്ക് ചെയ്തു. കാരണം ഓഫ് റോഡാണ്. അപ്പോൾ നമുക്ക് കാറെല്ലാം ബൈക്കെല്ലാം കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഞങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നാണ് കേട്ടോ പോയത്. അപ്പോൾ ഇതാണ് എക്കോ മോങ് എന്നുള്ള ആ ഒരു ഫാം സ്റ്റേ ഗൈസ്. ഫ്രണ്ട്സ്, അപ്പോൾ അവിടെ എത്തിയ ശേഷം എല്ലാവരും കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് ഫ്രഷ് ആയ ശേഷം അപ്പോഴത്തേക്ക് നമ്മുടെ സൺസെറ്റൊക്കെ കാണാം. അവിടുത്തെ സൺസെറ്റ് കാണാൻ വളരെ ഭംഗിയായിട്ട്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം എല്ലാവരും ടൈം സ്പെൻഡ് ചെയ്തു. കോഴിക്കോട്ടുകാരനായ സുർജിബായിയുടെ ഫാം സ്റ്റേ ആണ് കേട്ടോ. അപ്പോൾ സുർജിബായി ഞങ്ങൾക്ക് ഇതേ ബാർബിക്യൂ ഒക്കെ ചെയ്തു തന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആണ് അവിടെയുള്ള ആൾക്കാർ വരെ. അപ്പോൾ ഞങ്ങൾ ദേ എല്ലാവരും ബാർബിക്യൂ ഒക്കെ കഴിച്ച് അത് കഴിഞ്ഞ് കുറച്ച് ഡാൻസും പാട്ടുമായിട്ടുള്ള വിശേഷങ്ങളാണ്. ഫ്രണ്ട്സ്, ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അടിച്ചു പൊളിച്ചിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അതിനുശേഷം ഫുഡെല്ലാം കഴിച്ചു. നിങ്ങൾ കണ്ടല്ലോ ബാർബിക്യും. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് ഹാപ്പി ആയിട്ട് ഞങ്ങളിത് എല്ലാവരും കിടക്കാൻ ഓരോരുത്തരും അവരവരുടെ ടെൻറ്റുകളിലേക്കെല്ലാം പോയി. അപ്പോൾ ടെൻറ്റിൻ്റെ കാഴ്ചകളും ബാക്കിയെല്ലാം രാവിലെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നൈറ്റ് വ്യൂ ഇവിടുത്തെ പ്രത്യേക ഒരു വൈബാണ്. അപ്പോൾ ബാക്കിയൊരു വിശേഷങ്ങൾ രാവിലെ കാണാം. ഫ്രണ്ട്സ്, രാവിലെ എണീക്കുമ്പോഴെന്താ വ്യൂ ആണ് കേട്ടോ ഗൈസ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത ടെൻറ്റുകളാണ് ഇതെല്ലാം. അപ്പോൾ ഇവിടുത്തെ ചാർലിയാണ് കേട്ടോ ഈ നായക്കുട്ടി. അവിടെ ഒരുപാട് നായകളുണ്ട്. പക്ഷേ എല്ലാ നായകളും നമ്മൾ ഉപദ്രവിക്കുകയും കടിക്കാനും ഒന്നുമല്ല. നമ്മുടെ ചെരുപ്പുകൾ പോലും എടുത്തിട്ട് പോകില്ല ടെൻറ്റിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ ഇതാണ് ഞാൻ കിടന്നത്. ഞാനും തൻസിയും കിടന്ന ടെൻറ്റ് ഇതാണ്. അപ്പോൾ ഞങ്ങൾ കിടന്ന ടെൻറ്റ് ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ടെൻറ്റ് നല്ല വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ടെൻറ്റിൻ്റെ ഇതാണ് കേട്ടോ. മഴ പെയ്താൽ പോലും നമ്മുടെ ഉള്ളിലേക്ക് നനയുമെന്ന് ഓർത്ത് നമ്മൾ ഒട്ടും പേടിക്കണ്ട. അപ്പോൾ ഈ പുറമേയുള്ള കവറാണ് വാട്ടർ പ്രൂഫ്. അപ്പോൾ അത് നമുക്കിതുപോലെ ഫോൾഡ് ചെയ്തൊരു സൈഡിലേക്ക് വയ്ക്കാം. അതിനുശേഷം അകത്ത് ബാക്കിയുള്ള ഇതിന് വ്യത്യാസമാണ് കേട്ടോ. ഇതൊരു ഹാഫാണ് നെറ്റ്, ബാക്കിയുള്ളത് ഫുൾ നെറ്റാണ് വരുന്നത്, രണ്ടാമത്തെ ലെയർ. അപ്പോൾ അതും തുറന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ നമ്മുടെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം. ഒരു 3-4 പേർക്ക് നന്നായിട്ട് സൗകര്യമായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു ടെൻറ്റ് തന്നെയാണ്. അവിടുത്തെ പില്ലോയും ബെഡൊക്കെ അതിനകത്ത് തന്നെയുണ്ട്. ഫ്രണ്ട്സ്, ടെൻറ്റിനകത്തിരുന്നിട്ടാണെങ്കിലും നമുക്ക് പുറത്തോട്ടുള്ള വ്യൂ, അത് നൈറ്റ് വ്യൂ ആണെങ്കിലും ഡേ വ്യൂ ആണെങ്കിലും സൂപ്പർ വ്യൂ ആണ് കേട്ടോ. നമുക്ക് സമയം പോണത് അറിയില്ല. അവിടെ അങ്ങനെ ഇരുന്ന് നമ്മളങ്ങനെ കൂളായിട്ട് ഇരുന്ന് പോവും. അതുപോലെ അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നില്ല. പിന്നെ ആ ബെഞ്ചില്ലേ, അവിടെ ഇരുന്നാലും നമുക്ക് സമയം പോകും. പിന്നെ ഞങ്ങളിരിക്കുന്ന മലയുടെ നേരെ ഓപ്പോസിറ്റ് കാട്ടുതീ പിടിച്ചായിരുന്നു രാത്രി. അപ്പോൾ അതെല്ലാം ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ നേരിട്ട് അതെല്ലാം കാണുന്നത്. അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് നമ്മളങ്ങനെ ഇരുന്നേച്ച് കുറേ നേരം. സമയം പോണത് ഒട്ടും തന്നെ അറിയില്ല.
പിന്നെ രാവിലെ നേരത്തെ എണീറ്റവർ രണ്ടുപേര് അവർ നടക്കാനൊക്കെ പോയി. നടക്കാൻ പോയപ്പോഴുള്ള വൈബും അവർ പറഞ്ഞു ഭയങ്കര അപാരവും. നൈറ്റാണെങ്കിലും നല്ല തണുപ്പാണ് കേട്ടോ. അതുപോലെ രാവിലെ എണീറ്റിട്ടും സത്യം പറഞ്ഞാൽ വെള്ളത്തിൽ തൊടാൻ പറ്റുന്നില്ല, അത്ര തണുപ്പായിരുന്നു. എനിക്കൊക്കെ പ്രത്യേകിച്ച് ഒട്ടും പറ്റുന്നില്ല തണുപ്പാണ്. ഞങ്ങൾക്ക് മൂടി പൊതച്ച് ഇരിപ്പായിരുന്നു ചുരുണ്ടുകൂടി കുറേ നേരത്തേക്ക്. അതിനുശേഷം എല്ലാവരും ഒന്ന് ഫ്രഷായി റെഡിയൊക്കെ ആയി പോകാൻ വേണ്ടി റെഡിയാക്കി ആയിട്ട് ചൂട് ചായ സുറിച്ച് ഞങ്ങൾക്ക് ഇട്ട് തന്നു. പിന്നെ രാവിലത്തെ ടിഫിനൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഇതൊരു ഫാം സ്റ്റേ ആണ്. അപ്പം ഈ കാണുന്നതാണ് ഇവിടുത്തെ പാർട്ടി ഏരിയയും കിച്ചനായിട്ടുള്ളത് വരുന്നതെല്ലാം. അപ്പം ഇവിടെ നോക്കുമ്പോഴത്തേ ഞാൻ പറഞ്ഞ ആ ബെഞ്ചും നൈറ്റ് ഇരിക്കാൻ പറ്റിയ സൂപ്പർ വ്യൂ ഉണ്ട് അവിടുന്ന് നേരെ നിങ്ങൾ നോക്കുമ്പോൾ കാണുന്ന അങ്ങോട്ട് നേരെ പോകുന്നതാണ് നമ്മുടെ ടെൻറ്റിലേക്ക്. അപ്പം ടെൻറ്റിലേക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ ഇറക്കത്തിൽ തന്നെ നമുക്ക് ആ പാർട്ടി ഏരിയയ്ക്ക് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഫാം സ്റ്റേയുടെ ഫാം വരുന്നത്. അത് കുറേ പശുക്കളുണ്ട് കേട്ടോ അതിനകത്ത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് അവർ പാലെല്ലാം എടുക്കുന്നത് നമുക്ക് ചായക്ക് ഇട്ട് തരാൻ. അപ്പോൾ ഈ പശുവിൻ്റെയൊക്കെ ആ തൊഴുത്തു ആ ഫാം ഇത് കഴിഞ്ഞിട്ട് നേരെ പോകുമ്പോൾ അവിടെ ഒരാൾ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്, ഒരു കുതിര. അപ്പോൾ ആ കുതിരേനെയൊക്കെ നമുക്ക് കാണാം. ഞാൻ തൊടാനൊന്നും പോയില്ല. അപ്പോൾ അവിടെ നിന്ന് പിന്നെ നേരെ കാണുന്ന വ്യൂ, അതായത് ഈ കാണുന്ന വ്യൂ ഇവിടെ നിന്നാണ് നമ്മുടെ ടെൻറ്റുകളിലേക്കുള്ള എൻട്രി. ഇവിടെ നിന്നാണ് ഗൈസ്. അതാണ് ഞാൻ നേരത്തെ കാണിച്ച ടെൻറ്റ് പോകുന്നത് ഇങ്ങനെയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരും ഒരു 5 സ്റ്റാർ ഫെസിലിറ്റി ഒന്നും പ്രതീക്ഷിച്ച് വരരുത്. പക്ഷേ അതിനേക്കാളും നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്താ പറയുക, നമ്മുടെ വീട് തന്നെ നമ്മുടെ വീട്ടിലെ പോലെ തന്നെ ഒരു പ്രതിനിധി അന്ന് വേറൊരു സ്ഥലത്ത് നല്ല മനോഹരമായ ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ച പോലെ ഇരിക്കും. അത്രയും ഫ്രീഡവുമാണ്. ഓവർ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആവശ്യമുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെടും ഈ വൈബ്, അത് 100% ഷുവർ. അപ്പോൾ ഈ 10 സ്റ്റേയും ഫാം സ്റ്റേക്ക് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ എക്കോമോങ്ക് ഇടുക്കിയിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വരാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് വിട പറയുകയാണ്. ഇനിയും അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വരുന്നതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ച് അടുത്ത ലൊക്കേഷനിലേക്ക്, അതായത് അടുത്ത മനോഹരമായ വേറൊരു ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കമ്പം പോകാം അല്ലേടാ? കമ്പം അല്ലേ പോണത്? കമ്പം തേനി പോകുന്നല്ലേ കമ്പം. ഇപ്പോൾ പോകുന്ന റൂട്ട് നമ്മൾ ഒരു സ്ഥലത്ത് ഇപ്പം നിർത്തിയിരിക്കുകയാണ്. എൻ്റെ ചെവിയൊക്കെ അടഞ്ഞിട്ടുണ്ട് കേട്ടോ. കേൾക്കുന്നില്ല, ശബ്ദം ഉണ്ടായാൽ പറയണത്. ചെവിയൊക്കെ അടഞ്ഞു, നല്ല കാറ്റും തണുപ്പൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വഴിയായിരിക്കും നിർത്തിയത്. നാട്ടിൽ പോകുന്ന വഴി ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്, നല്ല രസമാണ് റോഡൊക്കെ കാണാൻ. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു മുന്തിരിത്തോപ്പിലായിട്ട്, MSR മുന്തിരിത്തോപ്പിലാണ്. ഇത് എവിടെ വരണേന്ന് ഞാൻ പറയാം. അതായത് ഞങ്ങളിപ്പോൾ എക്കോമോങ്കിന്നാണ് ഇറങ്ങിയത്. അവിടെ നിന്ന് രാവിലെ നമ്മളൊരു 10 മണിയായപ്പോൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ കുമ്പമില്ലേ, കുമ്പത്തുനിന്ന് കുമ്പളിക്കുള്ള ഒരു ബൈപ്പാസ് റോഡുണ്ട്. ആ റോഡ് നേരെ ഒരു 4 കിലോമീറ്റേഴ്സ് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ MSR ഗ്രേപ്സിൻ്റെ ഈ ഒരു തോട്ടം വരുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ തന്നെ അവരുടെ ഒരു സ്റ്റോർ ഉണ്ട്, നമുക്ക് വാങ്ങാനും ജ്യൂസ് കുടിക്കാനും ഒക്കെ ഉള്ള ഇതുണ്ട്. പക്ഷെ അത് കൂടാതെ അതിൻ്റെ പുറകിലായിട്ടാണ് ഈ തോട്ടം. അപ്പോൾ അവിടെ കയറി നമുക്ക് മുന്തിരിയൊക്കെ കാണാം, ഫോട്ടോ എടുക്കാം. പക്ഷെ പറിക്കാൻ പാടില്ല, അത് മാത്രമുള്ളവർക്കൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ അവരുടെ. പക്ഷെ നമുക്ക് തൊടാം, ഫോട്ടോ ഒക്കെ എടുക്കാം.
അങ്ങനെ ഇതൊക്കെ കണ്ടൊന്ന് ആസ്വദിക്കാം. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ ഇങ്ങനെ ഒരു മുന്തിരിത്തോപ്പ് കാണുന്നത്. ഫിലിമിനുമൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നേരിട്ട് എനിക്കിതൊന്ന് ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് എൻ്റെ ഒരു ഫസ്റ്റ് ഇതായതുകൊണ്ട് എനിക്ക് വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇതുപോലെ എന്നെപ്പോലെ കാണാത്തവർക്ക് കൂടെ കാണാനും ഒക്കെ ഉള്ളൊരു സൗകര്യമുള്ളൊരു സ്ഥലമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ വേറൊരു മുന്തിരിത്തോപ്പൊക്കെ. അപ്പോൾ അവിടെ നമുക്ക് കയറാം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കാഴ്ചകളെടുത്താൽ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കും. നമ്മളപ്പോൾ കുമളിയിൽ നിന്ന് വരുന്ന വഴി വാഗമണിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ വരുന്ന വഴി ഒരുപാട് തേയിലത്തോട്ടവും ഏലത്തോട്ടവും ഒക്കെയാണ് നമ്മുടെ ഫുള്ളും കാണാവുന്നത്. അപ്പോൾ ഒരു തേയിലത്തോട്ടം കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി. നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ ആ സീനറി നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിക്കാൻ വിചാരിച്ചു. അപ്പം ഞങ്ങളൊന്ന് ഇറങ്ങി ഈ തേയിലത്തോട്ടത്തൊക്കെ ഒന്ന് ഇറങ്ങി കണ്ടതാണ്. നിങ്ങൾ നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി, ഫുള്ള് തേയിലത്തോട്ടമാണ് കേട്ടോ. മലകൾ മൊത്തം നല്ല രസമാണ് കാണാൻ. ഫ്രണ്ട്സ്, തിരിച്ചുള്ള യാത്ര വാഗമൺ വഴിയായിരുന്നെങ്കിലും ഞങ്ങൾക്ക് വാഗമണിലെ വേറെ സൈറ്റ് സീനൊന്നും കാണാൻ പറ്റിയില്ല. കാരണം പോകുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടിക്കും ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നു. അങ്ങനെ ടൈം പോയതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ സ്ഥലത്തൊന്നും കയറിയില്ല. കാരണം എല്ലാവർക്കും അവരവരുടെ വീടുകളിൽ കറക്റ്റ് സമയത്ത് എത്തണമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ യാത്ര അവസാനിപ്പിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ എക്കോമോങ്കിലെ സ്റ്റേ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.